നമസ്കാരം. ഭയാനകമായ ദുരന്തങ്ങളുടെ വാർത്തയും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ വാർത്തയുമെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന തിരക്കിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളത്തിലെ മാധ്യമങ്ങൾ. ഷിരൂരിലെ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ അർജുന് വേണ്ടിയിട്ടുള്ള 10-13 ദിവസങ്ങൾ നീണ്ട തെരച്ചിലുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന വാർത്തയായിരുന്നുവെങ്കിൽ ഇന്നലെ മുതൽ വയനാട്ടിലെ ഏറ്റവും വലിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വാർത്തകളും അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങളിലേക്കും മാറിയിട്ടുണ്ട്. അതായത് ഇന്നും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്ന് അതിരാവിലെ മുതൽ തന്നെ ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോഴും മരണം കൂടുതലായി സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നു. നിലവിൽ 156-ലധികം പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും ധാരാളം ആളുകളെ കാണാതായിട്ടുണ്ട്. ധാരാളം പേർ ചികിത്സയിലാണ്. ഈ രീതിയിലുള്ള വാർത്തകൾ മുന്നോട്ട് പോവുകയാണ്. ഷിരൂരിൽ നിന്നും കേരളത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ വയനാട്ടിലേക്ക് ആയിരിക്കുകയാണ്. ഷിരൂരിലെ രക്ഷാപ്രവർത്തനം നടന്നത് നമ്മൾ കണ്ടു. ആദ്യ ദിവസങ്ങളിൽ ആ രക്ഷാപ്രവർത്തനത്തിന് വേഗം പോരാ എന്ന രീതിയിൽ വലിയ പരാതികൾ ഉയർന്നു. പക്ഷേ ഈ പരാതി പറഞ്ഞവർ പിന്നീട് ഷിരൂരിലെ രക്ഷാദൗത്യത്തെ വഴിതെറ്റിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിനുശേഷം പിന്നീട് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് വലിയ ഒരു രക്ഷാപ്രവർത്തനം ഷിരൂരിൽ നടത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ആ രക്ഷാപ്രവർത്തനം ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. മലയാളിയായ അർജുൻ എവിടെ എന്നതിന് ഇപ്പോഴും നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ആ ലോറി പുഴയ്ക്ക് നടുവിലായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആ മൺകൂനയിൽ ലോറിയുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടും ഇപ്പോഴും ആ ലോറി നമുക്ക് പുറത്തെടുക്കാനായിട്ടില്ല. കാലാവസ്ഥ അനുകൂലമാവുകയും നദിയിലെ ഒഴുക്ക് കുറയുകയും ചെയ്യുന്നതുവരെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഷിരൂരിൽ നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ കൊണ്ടുവരാനും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനുമൊക്കെ ഇവിടെ നിന്നും വലിയ ഇടപെടലുകൾ വേണ്ടിവന്നു. അതായത് കുടുംബം പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു. അതിനുശേഷമാണ് സൈന്യം എത്തുന്നത്. സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലുണ്ടാകുന്നു. രാഷ്ട്രീയ തലത്തിൽ വലിയ സമ്മർദ്ദം കർണാടക സർക്കാരിൽ ചെലുത്തിയതിന് ശേഷമാണ് സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ കേരളത്തിൽ വയനാട്ടിലുണ്ടായ ദുരന്തം, ആ ദുരന്തത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ കേന്ദ്ര സർക്കാർ ഇടപെട്ട രീതി അത് വളരെയധികം പ്രശംസനീയമാണ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ടെലിഫോണിൽ ബന്ധപ്പെടുന്നു. എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. പിന്നാലെ അധികം വൈകാതെ തന്നെ മരിച്ചവർക്കും പരിക്കേറ്റവർക്കുമായിട്ടുള്ള ധനസഹായം പ്രഖ്യാപിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യത്തിന് കാത്തു നിൽക്കാതെ, സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന് കാത്തു നിൽക്കാതെ സേനയുടെ 3 വിഭാഗങ്ങളും അപകട സ്ഥലത്തേക്ക് കുതിച്ചെത്തുന്നു. ആരും ആവശ്യപ്പെടാതെ തന്നെ സേനയുടെ വിവിധ യൂണിറ്റുകൾ, എഞ്ചിനീയറിംഗ് വിഭാഗമടക്കമുള്ള യൂണിറ്റുകൾ, കരസേന, അതുപോലെ തന്നെ നാവികസേന, വ്യോമസേന, NDRFൻ്റെ ടീം, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വയനാട്ടിൽ എത്തുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 6:30 വ്യോമസേന അതീവ ദുർഘടം പിടിച്ച ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈയിൽ തകർന്നടിഞ്ഞ റോഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് ഇതിനും മണിക്കൂറുകൾക്ക് മുമ്പ് നടക്കുമായിരുന്നു. കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല. കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ, പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും വൈകിയത്. പക്ഷേ അതിനപ്പുറം സൈന്യം ഇതിൽ വളരെ നേരത്തെ തന്നെ ഇടപെടുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇടപെടുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഗവർണറായിട്ടുള്ള നിയമിതരായിട്ടുള്ള മലയാളികൾ അവരെല്ലാം കേരളത്തിൻ്റെ സഹായത്തിനായി കുതിച്ചെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുമെല്ലാം അവരവരുടെ ഔദ്യോഗിക പരിപാടികൾ നിർത്തിവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിക്കുകയും രക്ഷാപ്രവർത്തനം എങ്ങനെ വേണം എന്നത് സംബന്ധിക്കുന്ന കൃത്യമായ രൂപരേഖ തയ്യാറാക്കിയ ശേഷം ഇന്ന് ദുരന്തമുഖത്തേക്ക് എത്തുകയാണ്. മാത്രമല്ല, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് ദുരന്തമുഖത്തേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ഈ വിവിധ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനും ആ പ്രവർത്തനം ഏകോപിപ്പിക്കാനും പ്രധാനമന്ത്രി തന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായും വലിയ ഒരു സഹകരണമാണ് കേന്ദ്രവും അതുപോലെ തന്നെ കേരളവും തമ്മിൽ. വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഘാതം കേന്ദ്ര സർക്കാർ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇങ്ങനെ ഒരു അപകടമുണ്ടാകുന്ന ഒരു സംസ്ഥാനത്തിനോടൊപ്പം നിൽക്കും രാഷ്ട്രീയ ഭേദം മറന്ന കേന്ദ്ര സർക്കാർ എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഈ ഇടപെടൽ എത്രമാത്രം കാര്യക്ഷമവും
നേരത്തെയുമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: അതായത് സമീപകാലത്ത് നമ്മുടെ രാജ്യം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിലെ ചൂരൽമലയിൽ നാം കണ്ടത്. അതുപോലെ സമീപകാലത്തെ ഏറ്റവും ശക്തവും കൃത്യവുമായ രക്ഷാപ്രവർത്തനവും. ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 6 മണിയോടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ വിഷയത്തിൽ ഇടപെട്ടു. 6:30 മണിക്ക് തന്നെ എല്ലാ വകുപ്പുകളും സടകുടഞ്ഞെഴുന്നേറ്റു. കൃത്യം 7 മണിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJP അധ്യക്ഷനുമായ JP നദ്ദാജി എന്നെ വിളിച്ചു. ഉടൻ വയനാട്ടിലേക്ക് എത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പുലർച്ചെ വാർത്തയറിഞ്ഞ എനിക്കും അദ്ദേഹത്തോട് പറയാനുണ്ടായിരുന്നത് സൈന്യത്തിൻ്റെ ഇടപെടൽ ഉടനെ വേണമെന്ന കാര്യമായിരുന്നു. പ്രധാനമന്ത്രി എല്ലാം ഏകോപിപ്പിക്കുന്നുണ്ടെന്ന ധൈര്യമാണ് അദ്ദേഹം നൽകിയത്. ഏതാനും നിമിഷങ്ങൾക്കകം കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനെ വിളിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഇതിനോടകം ബന്ധപ്പെട്ടു എന്ന കാര്യം. പിന്നെ എല്ലാം ചടുല വേഗത്തിൽ. കർണാടകയിലെ ഷിരൂരിലെ കാലതാമസം വരുത്തിവെച്ച ദുരന്തം നാം അനുഭവിക്കുന്ന വേളയിലാണ് ഈ ദുരന്തമുണ്ടായത് എന്നോർക്കണം. കേരളത്തിലെ സർക്കാരിനെയും വിവിധ വകുപ്പുകളെയും ഏകോപിപ്പിക്കുന്ന കാര്യത്തിലും നല്ല പുരോഗതിയാണുണ്ടായത്. ദുരന്തത്തിൻ്റെ വ്യാപ്തി വിവരണാതീതമാണ്. എന്നാൽ ഏറ്റവും വേഗത്തിലും കൃത്യതയോടുമുള്ള ഇടപെടലുകളാണ് നാം കണ്ടത്. കേരളം ഒറ്റക്കെട്ടായി വയനാടിനൊപ്പം നിന്നു. ഈ ഐക്യം കേരളത്തെ ഒന്നിച്ചു നിർത്തുന്നു. ഇന്നും ഇനി എല്ലാ കാലത്തും. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ എത്ര നേരത്തെയായിരുന്നുവെന്നും എത്രമാത്രം ചടുലമായിരുന്നു എന്നും വ്യക്തമാണ്. അതായത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വയനാട്ടിൽ ഉണ്ടായ ഈ ദുരന്തത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു കേന്ദ്ര സർക്കാരും ഈ രാജ്യവും എന്ന സന്ദേശം വളരെ വ്യക്തമായി തന്നെ നൽകി കഴിഞ്ഞു. അപ്പോഴും വയനാട്ടിൽ ഇപ്പോഴും ഒരു ലോക്സഭാംഗമില്ല എന്ന കാര്യം അങ്ങനെ തന്നെ നിഴലിച്ചു നിൽക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.